ദശകം 81. 16,005 പത്നിമാരുടെ പരിഗ്രഹവും പാരിജാതാപഹരണവും. സ്നിഗ്ധാം മുഗ്ധാം സതതമപിതാം ലാളയൻ സത്യഭാമാം. സത്യഭാമയുടെ വിവാഹം കഴിഞ്ഞു. അത്യന്തം സുന്ദരിയായിട്ടുള്ള അവൾ സ്നേഹശീലയാണ്, മുഗ്ധയാണ്, മനോഹരിയാണ്. അവളെ എപ്പോഴും ഭഗവാൻ ലാളിച്ചുകൊണ്ടിരുന്നു. ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ എല്ലാ ജീവജാലങ്ങളെയും ലാളിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരുടെ ആനന്ദത്തിനും കാരണം ഭഗവാൻ മാത്രം, രണ്ടാമതായി ഒരാളില്ല. അപ്പോൾ ഇവിടെ സത്യഭാമയെ ആ വിധത്തിൽ ലാളിച്ചുകൊണ്ട് ഇരുന്നു. സത്യഭാമ പൂർവജന്മത്തിൽ ദേവശർമ്മയുടെ എന്ന ബ്രാഹ്മണൻ്റെ മകളായിരുന്നു. ദേവശർമ്മ. മകളുടെ പേര് ഗുണവതി. ദേവശർമ്മ തൻ്റെ ശിഷ്യനായ ചന്ദ്രനെ അവൾക്ക് വിവാഹം ചെയ്തു കൊടുത്തു. അച്ഛനും ഗുണവതിയുടെ ഭർത്താവായ ചന്ദ്രനും കൂടി ഒരിക്കൽ കാട്ടിലേക്ക് പോയി വിറക് ശേഖരിക്കണം, പൂജയ്ക്ക് വേണ്ട സാധനങ്ങൾ ശേഖരിക്കണം. ആ സമയത്ത് ഒരു രാക്ഷസനാൽ കൊല്ലപ്പെട്ടു. ഗുണവതി ഏകാദശി വ്രതം നോൽക്കാൻ തുടങ്ങി. ആ ഏകാദശി വ്രതത്തിൻ്റെ അവസാനത്തിൽ ക്ഷീണിച്ച് വീഴാണ്. വിഷ്ണുപാർഷന്മാർ വന്ന് അവളെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകും. അടുത്ത ജന്മത്തിൽ ഈ ദേവശർമ്മയാണ് സത്രാജിത്തായിട്ട് വരുന്നത്, ഗുണവതിയാണ് സത്യഭാമയായിട്ട് വരുന്നത്, ചന്ദ്രൻ അക്രൂരനായിട്ടും വരും. ഏകാദശി വ്രതം നോറ്റത് കൊണ്ടാണ് അവൾക്ക് ഭഗവാനെ തന്നെ കിട്ടിയത്. അങ്ങനെ സദാ ഭഗവൻ ചിന്തയിരിക്കുന്നവളും സ്നേഹശീലയും ആയിരിക്കുന്നതായ ആ സത്യഭാമയെ എപ്പോഴും ഭഗവാൻ ലാളിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാജ്ഞസേനീ വിവാഹം. യജ്ഞസേനൻ എന്ന് പറയുന്നത് ദ്രുപദനാണ്. ദ്രുപദന് യജ്ഞസേനൻ എന്നൊരു പേരുണ്ട്. അപ്പം യജ്ഞസേനൻ്റെ പുത്രി യാജ്ഞസേനി. പുത്രി കൃഷ്ണ എന്നാണ് ശരിക്കുള്ള ആദ്യത്തെ പേര്. പിന്നെ ദ്രുപദൻ്റെ പുത്രി ആയതുകൊണ്ട് ദ്രൗപദിയായി. പാഞ്ചാല ദേശത്തെ രാജകുമാരി ആയതുകൊണ്ട് പാഞ്ചാലിയായി. അങ്ങനെ അനേകം നാമങ്ങൾ വന്നു. അതിൻ്റെ പിന്നിൽ വലിയൊരു കഥയാണ് ഉള്ളത് എന്നർത്ഥം. ദ്രുപദനും ദ്രോണാചാര്യരും രണ്ടുപേരും ഒന്നിച്ചു പഠിച്ചവരാണ്. ദ്രുപദൻ്റെ അച്ഛൻ മരിച്ചു, ദ്രുപദൻ രാജാവായി. അപ്പോൾ കുട്ടിക്കാലത്ത് ദ്രോണരോട് പറഞ്ഞിരുന്നു, തനിക്ക് പണമൊന്നുമില്ലല്ലോ, ഞാൻ രാജാവുമ്പോൾ സഹായിക്കാം. ഇപ്പോൾ ദ്രോണര് അശ്വത്ഥാമാവ് മകനായി, പക്ഷെ അവന് പാല് കൊടുക്കാൻ പോലും കാശില്ല. അങ്ങനെ ദ്രുപദൻ്റെ കൊട്ടാരത്തിൽ പോയി പണ്ടത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആക്കെ പണ്ടൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, അതൊന്നും കണക്കിലെടുക്കാൻ പാടില്ല. രാജാവും ഭിക്ഷുകനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പൊക്കോളൂ. അങ്ങനെ അപമാനിച്ച് അയച്ചു. ആ ദ്രോണൻ പാണ്ഡവന്മാരെയും കൗരവന്മാരെയും അസ്ത്രവിദ്യ പഠിപ്പിച്ചു.
അത് കഴിഞ്ഞ് ഗുരുദക്ഷിണ കൊടുക്കേണ്ട സമയത്ത് നിങ്ങളെനിക്ക് ആ ദ്രുപദനെ പിടിച്ച് കെട്ടി എൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. അത്രയും വേണ്ട, വേറെ ഒന്നും വേണ്ട. ദുര്യോധനൻ പോയി, പക്ഷേ ദുര്യോധനൻ തോറ്റു. അപ്പോഴാണ് അർജുനൻ പോകുന്നത്. അർജുനൻ പോയി ദുര്യോധനെ യാതൊരുവിധ മുറിവില്ലാതെ കെട്ടിക്കൊണ്ടുവന്ന് ദ്രോണാചാര്യരുടെ മുമ്പിൽ വെച്ചു. ദ്രോണാചാര്യർ പറഞ്ഞു, ദ്രുപദ, നീ ഇപ്പം എൻ്റെ ഭൃത്യനാണ്, ഞാൻ പറയുന്ന പോലെ കേട്ടോളണം. നിൻ്റെ രാജ്യം മുഴുവൻ എനിക്കുള്ളതാണ്, പക്ഷെ എനിക്ക് മുഴുവൻ വേണ്ട. നിനക്ക് ഉത്തര പാഞ്ചാലം ഞാൻ തരാം, ദക്ഷിണ പാഞ്ചാലം ഞാനെടുക്കും. അർജുനനെ കെട്ടഴിച്ചു വിട്. അങ്ങനെ കെട്ടഴിച്ചു വിട്ടു. അപ്പോഴും ദ്രുപദന് തോന്നി തന്നെ അപമാനിച്ചു. ഇനിയിപ്പോൾ എന്താ വഴി? ആ ദ്രോണരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം. അതിനുള്ളതായൊരു യാഗം ചെയ്യണം. ആഭിചാര ഹോമം ചെയ്തു. യജൻ ഉപയാജൻ എന്നു പേരായ 2 പേരാണ് അത് ചെയ്യുന്നത്. ആദ്യം അവർ വയ്യാന്നൊക്കെ പറഞ്ഞു. ആഭിചാര ഹോമങ്ങൾ ചെയ്താൽ അവർക്ക് തന്നെ ദോഷം വരും. പിന്നെ ഒടുവിൽ നല്ലവണ്ണം പണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അങ്ങനെ 2 സങ്കല്പമാണ്. ഒന്ന്, ദ്രോണനെ കൊല്ലാനുള്ളൊരു പുത്രൻ. 2, ശ്രേഷ്ഠനായ അർജുനനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഒരു മകൾ. ഇതാണ്. അങ്ങനെയാണ് യാഗകുണ്ഡത്തിൽ നിന്ന് ദൃഷ്ടദ്യുമ്നനും കൃഷ്ണയും വന്നു. കൃഷ്ണ കറുപ്പ് നിറമായിരുന്നു, അതുകൊണ്ടാണ് കൃഷ്ണ. പിന്നെ പുറത്ത് വന്നതിന് ശേഷമാണ് ദ്രുപദ രാജാവിൻ്റെ പുത്രിയായതുകൊണ്ട് ദ്രൗപദി, പാഞ്ചാല ദേശത്തെ രാജകുമാരി ആയതുകൊണ്ട് പാഞ്ചാലി, യജ്ഞസേനൻ്റെ പുത്രി ആയതുകൊണ്ട് യാജ്ഞസേനി, പൃഷത അമ്മയുടെ പേര്, അതുകൊണ്ട് പാർഷദി, അങ്ങനെ അനേകം പേരുകൾ. അർജുനന് കല്യാണം കഴിച്ചു കൊടുക്കണമെന്നാണ് ആഗ്രഹം. അപ്പോഴാണ് അരക്കില്ലത്തിൽപ്പെട്ട് പാട്ടന്മാരൊക്കെ മരിച്ചു എന്നറിഞ്ഞു. എന്തെന്നില്ലാത്ത ദുഃഖമുണ്ടായി ദ്രുപദന്. അപ്പോൾ ദ്രുപദൻ എന്തായാലും നോക്കുക, യജ്ഞകുണ്ഡത്തിനല്ലേ എൻ്റെ മകൾ വന്ന്, അപ്പോൾ തീർച്ചയായിട്ടും അവളുടെ വിവാഹം നടക്കണം. അർജുനൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന് ദ്രുപദൻ വിചാരിച്ചു. അങ്ങനെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടൊക്കെ ചെയ്തു. എല്ലാവരെയും ക്ഷണിച്ചു, സകല രാജാക്കന്മാരെയും ക്ഷണിച്ചു. കഠിനമായ ഒരസ്ത്ര പരീക്ഷയാണ് അവിടെ വെച്ചിരുന്നത്. അത് അർജുനന് മാത്രമേ ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ കല്യാണ ദിവസം എല്ലാ രാജാക്കന്മാരും വന്നു ചേർന്നു. കൗരവാദികൾ വന്ന് ശ്രമിച്ചു നോക്കി, പക്ഷെ അവർക്ക് സാധ്യമായില്ല. പാണ്ഡവന്മാർ കാട്ടിലേക്ക് പോയി. അവർ ഏകചക്രയിൽ വന്ന് ബ്രാഹ്മണൻ്റെ വേഷം കെട്ടി നിൽക്കുകയായിരുന്നു. അവരും കല്യാണത്തിനെക്കുറിച്ച് കേട്ടു. ബ്രാഹ്മണ വേഷത്തിൽ അവർ കല്യാണത്തിനെത്തി. എന്തിനു പറയണു? എല്ലാവരും തോറ്റു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണകുമാരനായ അർജുനൻ വന്നു. അർജുനൻ അസ്ത്രവിദ്യയിൽ ജയിച്ചു. അങ്ങനെ ദ്രൗപദിയെ കല്യാണം കഴിച്ചു. പിന്നെ അമ്മ പറഞ്ഞതനുസരിച്ച് അവർ എല്ലാവരും കൂടി ദ്രൗപദിയും കൂട്ടി ഏകചക്രയിൽ താമസിക്കുന്ന ആ വീട്ടിലേക്ക് പോയി. അമ്മയും ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, എന്താ വേണ്ടത്? എന്തായാലും മക്കളെ എല്ലാവരും കൂടി ഒന്നിച്ചെടുക്കും എന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് 5 പേർക്കും കൂടി ആയത്. ആദ്യം ദ്രുപദൻ എതിർത്തു. ഈ 5 പേരുടേതാവ് അത് നന്നല്ല, ശരിയല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദ്രുപദൻ എതിർത്തു. അപ്പോൾ കൃഷ്ണനും ബലരാമനും വന്നിട്ടുണ്ട്. കൃഷ്ണൻ പറഞ്ഞു, അവളുടെ ജാതകത്തിൽ ഉള്ളതാണത്. അതാണ് രാമാവതാരത്തിൽ സീതയെ അഗ്നിയിൽ എത്തിയിട്ട് ഒരു മായാസീതയെ സൃഷ്ടിച്ചുവല്ലോ. എപ്പോൾ രാവണനെ കൊന്നുകഴിഞ്ഞോ സീതയെ അഗ്നിയിൽ നിന്ന് എടുത്തു. അപ്പോൾ ഈ മായാസീത ചോദിച്ചു, രാമനോട് ചോദിച്ചു, അഗ്നിദേവൻ ഞാൻ എന്താ ചെയ്യേണ്ടത്?
നീ പോയി തപസ് ചെയ്യും. അങ്ങനെ മായാസീത പോയി തപസ് ചെയ്തു. ശിവനെയാണ് തപസ് ചെയ്ത്. വളരെ കാലം തപസ് ചെയ്തു. ശിവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിം ദേഹി എന്നാണ് പറഞ്ഞത്. ഭർത്താവിനെ തരൂ, പതിം ദേഹി 5 തവണ പറഞ്ഞു. അങ്ങനെയാണ് അവളാണ് ഈ യജ്ഞകുണ്ടത്തിൽ നിന്ന് വന്നത്, 5 ഭർത്താക്കന്മാരോടുകൂടി. അതുകൊണ്ട് ദ്രുപദ നീ തടസ്സം പറയരുത് എന്ന് പറഞ്ഞിട്ട് കല്യാണം നടത്തി. യാതോ ഭൂയ സഹകലു തയാജ്ഞസേനീ വിവാഹം. അങ്ങനെ ദ്രൗപദിയുടെ വിവാഹം കഴിഞ്ഞു. ഇപ്പം എല്ലാവരും അറിഞ്ഞു പാണ്ഡവന്മാർ മരിച്ചിട്ടില്ല എന്നറിഞ്ഞു. വിവരം ധൃതരാഷ്ട്രം അറിഞ്ഞു. അവിടെ ദ്രോണരും ഭീഷ്മാചാര്യരും ധൃതരാഷ്ട്രോട് പറഞ്ഞു, പാണ്ഡവന്മാരെ വിളിച്ചു വരുത്തണം, അവർക്ക് അർഹപ്പെട്ടത് കൊടുക്കണം എന്ന് പറഞ്ഞതായ സമയത്ത് ആളെ അയച്ചു. എല്ലാവരും കൃഷ്ണനും ബലരാമനും കൂടി ആ സമയത്ത് പോയി. അവിടെ കൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് അവർക്ക് പകുതി രാജ്യം കൊടുക്കുകയാണ്. പക്ഷെ വേണ്ടാത്ത സ്ഥലമാണ് അവർ കൊടുത്തത്, കാട്, ഖണ്ഡവനം. ഭഗവാൻ വിശ്വകർമാവിനെ വിളിച്ച് അവിടെ അതിമനോഹരമായ ഒരു പട്ടണം നിർമ്മിച്ചു. വെറും കൊട്ടാരമല്ല, പട്ടണം നിർമ്മിച്ചു. പാർത്ഥപ്രീത്യൈ പുനർഭീമനാഗ് ആസ്ഥിതോ ഹസ്തിപുര്യം. പാർത്ഥന്മാർ, പൃഥയുടെ പുത്രന്മാർ പാർത്ഥന്മാർ. പൃഥ കുന്തിദേവി. അപ്പോൾ അർജുനനും ധർമ്മപുത്രനും എല്ലാം പറഞ്ഞതനുസരിച്ച് കൃഷ്ണൻ അവരുടെ കൂടെ കുറച്ചു കാലം ആ ഹസ്തിനാപുരിയിൽ ഇരുന്നു. പിന്നെ പട്ടണം, പുതിയ പട്ടണം കെട്ടിക്കഴിഞ്ഞു. ആ പട്ടണം വിശ്വകർമാവാണ് കെട്ടിയത്. അതുകൊണ്ട് അതിന് ചക്രപ്രസ്ഥം അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം എന്ന് പേരിട്ടു. എപ്പോൾ പുതിയ പട്ടണം കെട്ടിയോ എല്ലാവരും അങ്ങോട്ട് മാറി. ചക്രപ്രസ്ഥം പുരമവിഭോ സംവിധായാഗതോഭൂ. പുതിയതായ ഒരു പട്ടണത്തിനെ ആ കാട്ടിൻ്റെ ഉള്ളിൽ ഭഗവാൻ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തു. അവരെ സുഖമാക്കി അവിടെ ഇരുത്തി ധർമ്മപുത്രരെ രാജാവായി വാഴിച്ചു. എന്നിട്ട് കൃഷ്ണൻ തിരിച്ച് സത്യഭാമയുടെ കൂടെ പോവുകയാണ്. അപ്പോൾ സത്യഭാമയാണ് കൂടെയുള്ളത്. യാതോ ഭൂയ സകൽ തയാ, അവരുടെ കൂടെ ഭഗവാൻ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം സത്യഭാമ കൂടെ ഉണ്ടായിരുന്നു. 2 പേരും കൂടി ഒടുവിൽ ആഗതോഭൂ, തിരിച്ച് ദ്വാരകയിലേക്ക് വരികയുണ്ടായി. അങ്ങനെ വളരെ വലിയ അനേകം കാര്യങ്ങളെ ഒന്നിച്ച് ഒരു ശ്ലോകത്തിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ സത്യഭാമയുടെ വിവാഹം കൂടി ആകുമ്പോഴേക്കും ഇപ്പം 3 ഭാര്യമാരായി. രുക്മിണി, ജാമ്പവതി, സത്യഭാമ. ഇനി 5 പ്രധാനപ്പെട്ട യുവതികളെ വിവാഹം ചെയ്യുന്നു. പിന്നെ 16,000 രാജകുമാരിമാർ. അതാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതിനു മുമ്പ് ഒരു കാര്യം, ഇതെല്ലാം മഹാഭാരതത്തിൽ നിന്ന് എടുത്തതാണ്, ഭാഗവത്തിൽ പറഞ്ഞിട്ടില്ല. ഭാഗവത്തിൽ നിന്ന് സൂചിപ്പിച്ചു പോയി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ അർജുനൻ ഭഗവാന്റെ സഹോദരിയായിരിക്കുന്ന സുഭദ്രയെ വിവാഹം ചെയ്യുന്ന കാര്യമാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്.